ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഇളമ്പക്ക ഉണ്ടയാണ്. അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് ഉള്ളി സവാള കട്ട് ചെയ്തിടുക, ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇത് കുറച്ച് ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒരു 3 സവാള മതി. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. അത് നന്നായി വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇടുക, ചിരകിയ തേങ്ങ. അത് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഇളമ്പക്ക കല്ലുമ്മക്കായ ഉണ്ടെല്ലാം പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ കല്ലുമ്മക്കായ ഇളമ്പക്കായ സീസണാണ്, കുറേ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും അധികം ആൾ ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ തേങ്ങയൊക്കെ നല്ല വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതൊക്കെ ഒരളവിനനുസരിച്ചിടുക. അത് കുറച്ച് വഴറ്റിയിട്ട് ഞങ്ങൾ എരിവിനനുസരിച്ച് മുളക് ഇടുക. അപ്പം ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കൽ. മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം. അവരൊന്നും എരിവ് കഴിക്കില്ല. അപ്പോൾ ഓരോരാൾ എരിവിനനുസരിച്ച് മുളക് ഇടുക. പച്ചമുളകൊക്കെ ആഡ് ചെയ്യുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കരുത്. ഇങ്ങനെ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ഞങ്ങൾക്ക്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ഇളമ്പൊക്കെ ചേർക്കുക. ചില ആളിത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കൂ, ഇത് ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കൂ. ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ചൊവയെല്ലാം നമുക്ക് നല്ല പോലെ ഇതിലേക്ക് കിട്ടും, ഈ മസാലയിലേക്ക് ചേർന്ന് കിട്ടും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മസാലയൊക്കെ എല്ലായിടത്തും ചേർന്ന് വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക. ഇളമ്പക്കൻ്റെ ഉണ്ടാന്ന് പറയുന്നത് പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില നല്ല സ്മെല്ലും പിന്നെ പറയേണ്ടയില്ല, നല്ല ടേസ്റ്റിയാണ് മല്ലിയില ചേർക്കുന്നത്. അതൊക്കെ ഒരാൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അതിനുശേഷം നന്നായി വഴറ്റി കൊടുക്കുക. എല്ലാം നന്നായി യോജിച്ച് വരണം. എന്നിട്ട് ഇളമ്പക്കയിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇളമ്പക്ക മസാല ഓരോരോ നാട്ടിലെന്താ പറയുകയെന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഇളമ്പക്ക ഉണ്ടാന്ന് പറയും. ഒരാൾ ഉണ്ടാക്കുന്ന രീതിയും മസാലയിലൊക്കെ എന്തൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ മസാല ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി മസാലയാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മസാല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തത്
സാധാ നമ്മൾ അരിപ്പൊടി നമ്മൾ പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടി ആ പത്തിരിക്കെല്ലാം കുഴക്കുന്നൊരു രീതിയിൽ നിങ്ങൾ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു ബോളാക്കിയിട്ട് അതിനെ പരത്തി കയ്യിൽ വെച്ച് തന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് പരത്തി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല വെക്കുക. മസാല കുറച്ച് കൂടുതൽ വെക്കണം, എന്നാലാണ് ടേസ്റ്റ്. എന്നിട്ട് നന്നായി ഫില്ല് ചെയ്തിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കുക. എൻ്റെ മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഉരുട്ടി നല്ല ബോൾ ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ ഒരു 2 എണ്ണം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ടോട്ടൽ ഞാനൊരു 5-10 എണ്ണം, ഒരു 10 ഇളമ്പക്കം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അതിനുശേഷം ഒരു സ്റ്റീമർ അടുപ്പത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് സ്റ്റീമർ അടുപ്പത്ത് വെക്കുക. അതിൻ്റെ മേലെ ഒരു ഇല വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഉണ്ട എടുത്ത് അതിൽ വെക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉണ്ടാന്ന് കേട്ടോ പറയുക, ഇളമ്പക്കം ഉണ്ട. നന്നായിട്ട് ഒരു 1/2-3/4 മണിക്കൂർ നന്നായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത ഇളമ്പക്കം എൻ്റെ മോള് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അതൊക്കെ ഇഷ്ടമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് എണ്ണയിലിട്ട് മുളക്, മഞ്ഞൾ, ഉപ്പ്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ടും കഴിക്കും, പൊരിച്ചിട്ട് കഴിക്കും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ.